എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഡേ ആണ്. രാവിലെ മുതൽ ഞാൻ വൈകുന്നേരം വരെ എങ്ങനെയാണെന്നുള്ളതാണ്. മിക്കവാറും ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ്. സോ അതാണ് നിങ്ങൾ കാണുന്നത്. അതെ, അടുക്കളയൊക്കെ ദിസ് ഇസ് മൈ അടുക്കള. രാവിലെ കുക്കിംഗ് ആണ്. കുക്ക് ചെയ്യുന്നത് എന്താണ്? ചപ്പാത്തിയാണ്. ആശീർവാദ് ചപ്പാത്തി. സോ ഓക്കെയാ. എൻ്റെ ഗ്യാസ് തീർന്നുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു കുറ്റി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിലാണിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കുഞ്ഞു കുറ്റിയാണേ. അപ്പോൾ ഇത് പുതിയ ഗ്യാസ് വരുന്നത് വരെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, കുഞ്ഞടുപ്പിൽ. കറി ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ചപ്പാത്തി അടിപൊളിയായിട്ട് പൊങ്ങി വന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ചായ വെച്ചായിരുന്നു ഞാൻ. ചപ്പാത്തി ആയിക്കഴിഞ്ഞു. അപ്പോൾ ചപ്പാത്തിയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊതുവേ ഞാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. എന്ത് കാര്യത്തിലും ഭയങ്കര മടിയാണ്. പക്ഷെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ മടി കാണിക്കില്ല. കാര്യം കുക്ക് ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ആവി പിറക്കുന്ന ചായ. ഇവിടെ വെട്ടം കുറച്ച് കുറവ്, ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരട്ടെ. ഓക്കെ, ലൈറ്റ് ഇട്ടു. അപ്പോൾ സ്വതവേ മടി ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഞാൻ കുറച്ച് പിന്നോട്ടാണ്. പക്ഷേ ഈ ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ? നമ്മൾ തന്നെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഞാനിങ്ങനെ മുടി ഇങ്ങനെ ഒതുക്കിയത് ഫാൻ ഇട്ടപ്പോൾ പറന്നു, അതുകൊണ്ടാണ്. ഇനി മുടി ഇങ്ങനെ വാരി കെട്ടി വയ്ക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചതാണ്. ഇനി മുടി തൊട്ടു എന്ന് പറഞ്ഞിട്ട് ആരും ഒന്ന് നെഗറ്റീവ് ഇട്ടുകളയല്ലേ. രാവിലെയായി, മണി 9:30 കഴിഞ്ഞു. നല്ല വിശക്കുന്നു, ഒന്ന് കഴിച്ചോട്ടെ. നോട്ട് ബാഡ്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നതല്ല, സത്യമായി ഞാൻ കുക്ക് ചെയ്യാനൊന്നും അറിഞ്ഞു ഒരാളായിരുന്നു കേട്ടോ. ഞാൻ പലയിടത്തും പല സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോയി നിന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചത്. പക്ഷേ അത്യാവശ്യം ഇങ്ങനെ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് തന്നെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം വരും. പിന്നെ എൻ്റെ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടോ, സ്മൈൽ, ഓൾവേസ് സ്മൈൽ. എന്ത് പ്രതിബന്ധം ജീവിതത്തിലുണ്ടായാലും നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ എഴുതുക, അല്ലേ? നമ്മൾ ചിരിക്കുക, ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുക, ചിരിച്ചുകൊണ്ട് തന്നെ അതിനോടൊപ്പം നമ്മൾ മുന്നേറുക. അതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ഒരു റൊട്ടീൻ. രാവിലെ എഴുന്നേൽക്കുക, ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ പോവും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പം ചോറ് ഓൾറെഡി ഞാൻ ഇട്ട് കഴിഞ്ഞു. ഈ രാവിലത്തെ കറി തന്നെ മതി ഉച്ചയ്ക്കും. ഞാൻ ഒരുപാട് കറികൾ ഉണ്ടാക്കില്ല. പിന്നെ ഇന്ന് ചിലപ്പോൾ ഫിഷ് ഉണ്ടാവും. ഞാൻ പുറത്ത് പോകുമ്പോൾ ഫിഷ് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ ഫിഷ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫിഷ് കറിയുടെ ഉണ്ടാക്കും, അത്രയുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ മസ്റ്റാണ് കേട്ടോ. എനിക്കിപ്പോൾ ഓൾറെഡി ഈ പൊട്ടറ്റോ കറി ഉള്ളത് കൊണ്ട് നിർബന്ധമില്ല. ഈ കറി ഇപ്പോൾ തീർന്നു പോവുകയാണെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും വരുവാണ്, ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറി തീർന്നു പോവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയോട് ഉണ്ടാക്കും. വെജിറ്റബിൾ എനിക്കിഷ്ടമാണ്. തോരൻ, സാമ്പാർ, അങ്ങനെ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ ഒക്കെ ഉണ്ടാക്കും. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ വഴുതനയൊക്കെ നട്ടിട്ടുണ്ട്. നിറയെ വഴുതനങ്ങ കായ്ക്കും. ഒരു ചെടിയിൽ തന്നെ നിറയെ കായ്ക്കും. പിന്നെ മുരിങ്ങയുണ്ട്, മുരിങ്ങയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും വീട്ടിനടുത്തുനിന്ന് തന്നെ. ഇത് റെൻ്റഡ് ഹോം ആണല്ലോ. അപ്പോൾ എത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഹോം ടൂറൊക്കെ പിന്നെ കാണിക്കാം. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് ചെയ്യാറുണ്ട്, ഹോം ടൂർ കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻസ്റ്റയിലൊക്കെ എങ്ങനെ ഹോം ടൂർ ഇടുന്നത്. അപ്പോൾ
ഈ ഒരു മാധ്യമത്തിലൂടെ യൂട്യൂബിലൂടെ അങ്ങനെ ഇടാൻ പറ്റുമല്ലോ. അപ്പം ഇടാം. കാത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ക്യാമറ മറിച്ച് ഞാൻ എടുത്ത ഞാൻ വരച്ച പടം കേട്ടോ മുകളിലിരിക്കുന്നത്. കൊള്ളാവോ? ചോറ് വയ്ക്കുന്നു, അരി തിളയ്ക്കുന്നു. ചെറിയ കലത്തിലാണ് ഞാൻ വയ്ക്കുന്നത്, കാര്യം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു നേരത്തേക്ക് ഇത്രയും ചോറ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു കുഞ്ഞു കലത്തിലാണ് ഞാൻ ചോറ് വയ്ക്കാറ് എപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അടുക്കളയിൽ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ മീൻകറിയുടെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് അയലയാണ് കിട്ടിയത്. അയലയ്ക്ക് വേണ്ടി വേണ്ട സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട്. മുളക് കറി പോലെ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. തേങ്ങ വളരെ കുറച്ചേ ഉള്ളൂ. മുളക് കറി പോലെ വച്ചാലും ഞാൻ കുറച്ച് തേങ്ങ മഷി പോലെ അരച്ച് ചേർക്കും അതിൽ, ഒരു കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മറ്റൊരു വിഭവം പീച്ചിങ്ങയാണ്. പീച്ചിങ്ങ അറിയാലോ, നല്ല നീളത്തിലുള്ള പീച്ചിങ്ങ, നല്ല ഒരു പച്ചക്കറിയാണ്. ഇത് കൊണ്ടിട്ട് മെഴുക്കോ എന്തെങ്കിലും ഒരു കറിയോ ഒരു പുളിങ്കറി പോലെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കും. ഓൾറെഡി തിളപ്പിച്ച് തേണ്ട ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ എൻ്റെ വിഭവങ്ങളെല്ലാം. നമ്മുടെ മീൻ കറി ഇതേ അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. സൂപ്പറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അയലക്കറി. ഇതിൽ കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളൂ. ബാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും ഒക്കെ ഇട്ടതിന് ശേഷം അരച്ച് ഇതിനകത്ത് ആദ്യമേ ചട്ടിയിൽ ഞാൻ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ട് കടുവറുത്ത് ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച ആ തേങ്ങ കൂടെ ചേർത്തതാണ്. ദെൻ മീനും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് പുളി കൂടെ ചേർത്തോണം കേട്ടോ. ഞാൻ പുളി ചേർത്ത് അരച്ചത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ മീൻ കറി. ഇത് പീച്ചിങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പീച്ചിങ്ങയും സാമ്പാർ പരിപ്പും കൂടെ ഇട്ടൊരു കറിയാണ് ഞാൻ ഇന്നിവിടെ വയ്ക്കുന്നത്. സാമ്പാർ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് പീച്ചിങ്ങ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കറിയായിട്ടിങ്ങ് എടുക്കുക. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഊണ് അത് റെഡി ആയിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്ക് നല്ല ചൗച്ചവും പരിപ്പൂട്ട കറി, അതുപോലെ തന്നെ മീൻ കറിയും ഇടും, ഫ്രൈയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണ വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ വ്ളോഗിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുവാണ്. അതായത് രാത്രി ഭക്ഷണം. രാത്രി ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് എനിക്കിഷ്ടം. വേണ്ട, ഉച്ചക്കത്തെ ചോറ് തന്നെയാണ്, ഉച്ചക്കത്തെ കറികളും തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണ രീതികൾ. അപ്പോൾ ഓക്കേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായി എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.